ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടവർക്ക് നാളെയാണ് കേട്ടോ വിഷു എന്ന് പറഞ്ഞിട്ട് വിഷു എത്തിയിട്ടുണ്ട്. നാളെയാണ് നമ്മുടെ വിഷു. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടല്ലോ വിഷുവിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേട്ടോ. മെയിനായിട്ട് നമുക്ക് എന്താ വിഷുവിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണിയല്ലേ. അപ്പോൾ കണി വയ്ക്കാൻ കണിക്കൊന്ന ആവശ്യമുണ്ട്. അപ്പോൾ കണിക്കൊന്ന നമ്മുടെ ഈ പരിസരത്തൊക്കെ ഉണ്ട്. പക്ഷേ വിഷുവൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് കിട്ടാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. കാരണം രാവിലെ പോയി നോക്കിയപ്പോൾ ഇഷ്ടംപോലെ കണിക്കൊന്നുള്ളൊരു മരത്തിൽ ഒരു തുണ്ട് കണിക്കൊന്ന പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കുകയാണ് കേട്ടോ. ഇനി അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. അങ്ങനത്തെ ഒരു ഇതിലാണ് പോകുന്നത് കേട്ടോ. കിട്ടുമോ കിട്ടില്ല എന്നൊന്നും അറിയില്ല. പക്ഷെ അപ്പോൾ എന്തായാലും തോട്ടിക്കോലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ കണിക്കൊന്നൊക്കെ പൊട്ടിക്കാൻ വേണ്ടി എല്ലാവരും കൂടി പോകുന്നുണ്ട്. നമ്മുടെ തുമ്പിക്കുട്ടി എന്നുണ്ടെങ്കിലോ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടിയില്ല. ഇപ്പോൾ ഒരു വൈകുന്നേരം സമയമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വൈകുന്നേരം മുതൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് രാവിലെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വൈകുന്നേരം, അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം മുതലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം അമ്മമ്മയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് കറിവേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് അമ്മമ്മയാണ് പറഞ്ഞു കേട്ടോ. അവിടെ കണിക്കൊന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവിടെ ഉണ്ടാവില്ല എന്നൊന്നും അറിയില്ല. കാരണം വിഷു അല്ലേ, എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും വന്ന് നോക്കി പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അമ്മമ്മയുടെ പിന്നാലെ പോകുന്നതാണ് കേട്ടോ. അമ്മമ്മ കുറച്ച് നേരത്തെ പോകുന്നു കറിവേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളതിന് പിന്നാലെ പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഒരു ഭാഗ്യം പോലെ കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു ലേശമെങ്കിലും കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കൂടുതലൊന്നും ആവശ്യമില്ല. ലേശം കിട്ടിക്കഴിഞ്ഞാൽ അതിന് കണി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഒട്ടും കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഇതാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇഷ്ടത്തിന് പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ പിന്നെ പരിചയമുള്ള ഒരാളുടെ വീട് തന്നെ ആയ കാരണം കൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ അപ്പൂ മരത്തിലൊക്കെ കയറിയിട്ട് കണിക്കൊന്നൊക്കെ പൊട്ടിച്ച് നേരം പോലെ കിട്ടണില്ല കേട്ടോ. ഒക്കെ മേലായ കാരണം കൊണ്ട് തന്നെ ഒന്നും കിട്ടണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ നേരെ മരത്തിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ഓരോ കൊമ്പെന്ന് പറയുമ്പോൾ ഓരോ തണ്ടായിട്ട് പൊട്ടിച്ചിടുന്നുണ്ടായിരുന്നു. അതും അങ്ങനെ പൊട്ടിച്ചു. പിന്നെ അതുപോലെ തന്നെ തോട്ടിക്കോലും കൊണ്ടും എന്തൊക്കെ കാട്ടി കൂട്ടിയിട്ട് തോട്ടിക്കോലുകൊണ്ടൊന്നും പൊട്ടിക്കാൻ പറ്റില്ല കേട്ടോ ഈ സംഭവം. എങ്ങാനും ഇതിന് ഇണക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇതളൊക്കെ കൊഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാമെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ തണ്ട് പൊട്ടിച്ചിട്ട് വരുമ്പോൾ ഞാനതൊക്കെ പെറുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കണിക്കൊന്ന പിന്നെ ഇഷ്ടം പോലെ നിൽക്കണ കാരണം കൊണ്ട് തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഇനി എന്ത് വന്നാലും വേണ്ടില്ലേ കുറച്ചെങ്കിലും പൊട്ടിച്ചിട്ട് തന്നെ പോവുള്ളൂ എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ നിൽക്കണം എന്തായാലും. അപ്പോൾ കിച്ചു വേണമെന്നുണ്ടെങ്കിലോ ആകെ അന്തം വിട്ട് കിടന്നിപ്പോൾ എന്ത് പോവാണാവോ വിചാരിച്ചിട്ട്. തുമ്പിക്കുട്ടീനെ കൊടുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവളും ആകെ അന്തം വിട്ട് നിന്നേനെ. അവരൊന്നും ഈ പൂവ് അങ്ങനെ അവർക്ക് പരിചയമില്ല കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ വിഷുവിന് ഈ പൂവ് വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെ പൊട്ടിക്കാൻ പോവുകയെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് അവൻ്റെ കുട്ടിച്ച് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക കേട്ടോ ചെയ്തത്. അല്ലാതെ ഞങ്ങൾ പൊട്ടിക്കാനൊന്നും പോയിട്ടില്ല. ഇവിടെ ഇപ്രാവശ്യത്തെ വിഷു പിന്നെ ഇവിടെ ആയ കാരണം കൊണ്ട് തന്നെ ഇതിനൊക്കെ നടക്കാമല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാനൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കേട്ടോ. ഞാനൊന്നും കല്യാണത്തിന് ശേഷം പിന്നെ കണിക്കൊന്ന പൊട്ടിക്കാനൊന്നും എവിടേക്കും പോയില്ല കേട്ടോ. അതിൻ്റെ മുന്നേയൊക്കെ തന്നെ അങ്ങനെ നടന്നിട്ടുള്ളൂ. അതിന് ശേഷമൊന്നും പിന്നെ നടന്നിട്ടില്ല. അങ്ങനെ പിന്നെ കണിക്കൊന്നയും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ വീഡിയോസും ഷോർട്സിനുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് മെല്ലെ ആടി പാടിയിട്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് നേരമായി കേട്ടോ. അങ്ങനെ പിന്നെ അപ്പു രാവിലെ പോയിട്ട് എവിടെ നോക്കിയേ പോയിട്ട് പൊട്ടിച്ചിട്ട് 2 തണ്ട് പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ആകെ വാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. അവനെ എവിടേക്കാണ് അവനെ ഏതിനൊക്കെയോ പോയിട്ട് പൊട്ടിച്ചിട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ ഞങ്ങൾ ഉദ്ദേശിച്ച ആ മരത്തിൽ എന്തായാലും ഉണ്ടായിരുന്നില്ല. ഇഷ്ടം പോലുള്ളൊരു മരം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു തുണ്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ പിന്നെ കണിക്കൊന്ന ഒരു വാഴൻ്റെ ഇല വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അതിൽ വെച്ചു. ഫ്രിഡ്ജിലേക്കൊന്നും വെക്കണ്ട, ഇവിടെ തന്നെ വെക്കാം. രാത്രി എന്തായാലും കണി വയ്ക്കാനുള്ളതല്ലേ, കണിക്കുള്ളതൊക്കെ ഒരുക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അവൻ പോയിട്ട് പടക്കങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. എത്ര ഉണ്ട്, എത്ര നോക്കിയാലും നമുക്ക് മതിയാവണില്ല കേട്ടോ. കാരണം വിഷു എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണല്ലോ മെയിൻ. കണി, പിന്നെ പടക്കം പൊട്ടിക്കൽ, ഇതാണ് ഭയങ്കര സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിൽ അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ചളവറ പോയിട്ട് വരുന്ന സമയത്ത് ഇന്നലെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വരണ സമയത്ത് കുറച്ച് പടക്കങ്ങൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പടക്കം എന്ന് പറയുമ്പോൾ പൊട്ടണ സാധനങ്ങളൊന്നുമല്ല, മറ്റേ ഇതുപോലത്തെ ഐറ്റംസ്, കമ്പിത്തിരി, മേശപ്പൂവ്, വിഷുചക്രം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ചൈനീസോ മേലെ പൊട്ടുന്ന സംഭവം, അതൊക്കെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള പൊട്ടണ ഐറ്റംസൊക്കെ ഇന്ന് അപ്പവും അമ്മയും പോയിട്ട്
ചേലക്കര പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പടക്കങ്ങൾ കേട്ടോ, പടക്കങ്ങളായ പടക്കങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ രാത്രിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. നമ്മുടെ കിച്ചുവാണെങ്കിലും തുമ്പിയാണെങ്കിലും എല്ലാവരും പടക്കം പൊട്ടിക്കണേ പറഞ്ഞിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് കേട്ടോ. അപ്പോൾ കിച്ചുവൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഉറങ്ങി നീച്ചിട്ട് തന്നെ ഉള്ളൂ. രാത്രി പടക്കം പൊട്ടിക്കണ്ടേ, കുറച്ച് കിടന്ന് ഉറങ്ങുമെന്ന് പറയുമ്പോൾ കുറച്ച് നേരം പോയി കിടന്നുറങ്ങി കേട്ടോ. ഇത് കേട്ടോ അവന് ഒരു സമാധാനം ഇല്ലാതെ തോന്നുന്നു, പെട്ടെന്ന് തന്നെ ഉറക്കമൊക്കെ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ പടക്കങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം പിന്നെ ഇതാ അമ്മമ്മ ചേലക്കരയ്ക്ക് ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്തോ കിറ്റ് എന്തൊക്കെ വിഷുവിനുള്ള കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിക്കാൻ പോയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പച്ചക്കറിയാണ് കേട്ടോ അത്. അപ്പോൾ അത് കുറേ ഉണ്ടായിരുന്നു. കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. നെയ് കിടക്കുന്ന സാധനങ്ങൾ, അവിയൽ കഷ്ണത്തിന് നെയ്യ് 5-6 മണി പയറും, പിന്നെ ഒരു കഷ്ണം അവിയൽ കഷ്ണത്തിനുള്ള മത്തങ്ങയല്ല കേട്ടോ, മത്തങ്ങ, അതിനൊരു കഷ്ണം കേബേജ്, പിന്നെ ഒരു ലോഡ് കോവയ്ക്കയും പച്ചമുളകും. ഈ സംഭവങ്ങളാണ് ഏറെ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒക്കെ വെവ്വേറെ ആക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കോവയ്ക്കാണെന്നുണ്ടെങ്കിലോ കൂട്ടി വന്നപ്പോൾ ഒരു മുറം കോവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കോവയ്ക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കണം. പിന്നെ ലേശം പയർ, കൊത്തമരക്ക അതൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയും പോയിട്ടുണ്ട് ഇപ്പോൾ ചേലക്കരയ്ക്ക് പോയിട്ട്. അമ്മ വരുമ്പോൾ കൊണ്ടുവരും ഈ പച്ചക്കറിയൊക്കെ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പലചരക്ക് സാധനങ്ങളും അതൊക്കെ വേണമല്ലോ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ല കേട്ടോ, വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങൾ, പച്ചക്കറികളൊക്കെ ഞാൻ ഒതുക്കി പെറുക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം ഒക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ പറ്റിയതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കണം. പിന്നെ വെള്ളരിക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കണിക്കുള്ളത്. വെള്ളരിക്ക നമ്മളങ്ങനെ കറിയിലൊന്നും ഇടാറില്ല. അത് കണിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ചെറുത് കിട്ടിയപ്പോൾ അതന്നെ കണിക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നത്, വേറെ മേടിക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഈ പച്ചക്കറികളൊക്കെ പച്ചമുളക്, തക്കാളി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടി കേട്ടോ. അതൊക്കെ പുറത്ത് വെച്ച് ഇങ്ങനെ നാശമായി പോവില്ലേ. പച്ചമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറെക്കുറൊക്കെ പഴുത്താണ് കേട്ടോ. പിന്നെ കുറച്ച് ചിരങ്ങ തന്നെ തോന്നുന്നു, ചിരങ്ങയോ പടവലങ്ങ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ നമുക്ക് അങ്ങനെ ആവശ്യമില്ലല്ലോ. കാരണം അതും കൊണ്ടൊന്നും ഞങ്ങളിപ്പോൾ ഒന്നും വെക്കണമൊന്നുമില്ല. നമ്മൾ സാധാരണ വെക്കുമ്പോൾ എന്തെങ്കിലും കറി വെക്കുന്നതല്ലാതെ വിഷുവിന് പടവലങ്ങ വെച്ചിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം അടുക്കി പെറുക്കി വെച്ചു. പിന്നെ അതിന് ശേഷം പലചരക്ക് സാധനങ്ങൾ കണ്ടോ അമ്മ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടാകുന്നതാണ്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള കാരണം കൊണ്ട് തന്നെ അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഓയിൽ, എണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നെ വേണ്ടത്. അതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ വേണം. അങ്ങനത്തെ കുറേ പലചരക്ക് സാധനങ്ങളും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കണി വയ്ക്കാനുള്ളതാണ് കേട്ടോ. കണി വയ്ക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഏട്ടൻ വരുമ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും. അങ്ങനെ പിന്നെ അതൊക്കെ അടുക്കി പെറുക്കി വെക്കലും എല്ലാം കഴിഞ്ഞ് അമ്മു മേലൊക്കെ കഴുകി വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ. വൈകുന്നേരത്തെ ഒരു വിളക്ക് കത്തിക്കലുണ്ടല്ലോ നമുക്ക്. അപ്പോൾ അത് വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിന്ന് ഇവിടെ വൃത്തിയാക്കിയ കാരണം കൊണ്ട് വലിയ കാര്യമായിട്ട് അറിയണില്ല. പിന്നെ ഞാനൊന്ന് വെള്ളം കൊണ്ടൊന്ന് ഉരയ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കരിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ പുക പോയിട്ട് കരിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ കുറേയൊക്കെ വെള്ളം കൊണ്ട് ഉരച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതങ്ങനെ പോണില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങളിതാ പടക്കം പൊട്ടിക്കലും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഒരു 9 മണി 9:30 ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ. അപ്പോഴത്തേന് തന്നെ ഏട്ടൻ വന്നുള്ളൂ. ഏട്ടനൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇതൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പോയിട്ട് പടക്കം പൊട്ടിക്കൽ ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വായോ കേട്ടോ. Let's party.
അങ്ങനെ എന്താ പടക്കം പൊട്ടിക്കലൊക്കെ ഒരു വിധം കഴിഞ്ഞതിന് ശേഷം എല്ലാതും പൊട്ടിച്ചിട്ടില്ല കേട്ടോ, കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പുലർച്ചാകുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഞങ്ങൾ കണിക്കുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം മഞ്ഞൾ വെള്ളം എന്തൊക്കെയാണ് തളിക്കണം അത്ര, അതൊക്കെ അമ്മൂൻ്റെ കണ്ടുപിടുത്തമാണ് കേട്ടോ. അവളെന്തൊക്കെയോ ഫോണിലൊക്കെ നോക്കി സെർച്ച് ചെയ്തിട്ട് എന്തൊക്കെയോ കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ. ഇതൊന്നും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. മഞ്ഞൾ വെള്ളമൊക്കെ തളിച്ചിട്ട് വേണം അത്ര കണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയില്ല, അവൾ പറഞ്ഞപ്പോൾ അതങ്ങനെ ചെയ്തു എന്ന് മാത്രം കേട്ടോ. മഞ്ഞളല്ലേ, വിഷമൊന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതങ്ങനെ ഏറ്റെടുത്തു എന്ന് മാത്രം. അങ്ങനെ ഞാനും അമ്മും കൂടിയിട്ടാണ് കേട്ടോ കണിയൊക്കെ ഒരുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതാ ഒരു ചെറിയ വിഷുക്കണി കേട്ടോ, നമ്മളെ കൊണ്ട് പറ്റണ പോലത്തെ ഒരു ചെറിയൊരു വിഷുക്കണിയാണ് വെച്ചത്. പിന്നെ കൊന്നപ്പൂ എന്തായാലും കുറച്ച് പൊട്ടിക്കാൻ പോയിട്ട് കുറച്ച് ആഗ്രഹിച്ച് പോയിട്ട് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കണിക്കൊന്നൊക്കെ വെച്ച് നമ്മൾ എന്താ പറയുക കണി ഒരുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വായോ. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങളൊരു കുഞ്ഞൊരു വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വിഷുക്കണി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കമൻ്റായിട്ട് അറിയിക്കും കേട്ടോ. പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു. ഇനി എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നാളെ വിഷുവിൻ്റെയൊക്കെ കാര്യങ്ങളായിട്ടുള്ള കുറച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട്, 10:11 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. ഞങ്ങൾ പടക്കം പൊട്ടിച്ച് വന്നപ്പോൾ തന്നെ ഒരുപാട് നേരമായി. അപ്പം ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.